Hello dear students, welcome to my maths class. So ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ LPP ഫോർമുലേഷൻ കണ്ടിന്യൂ ചെയ്യുകയാണ്. ഈ ഒരു വീഡിയോയിൽ 2 ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നേരെ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോകാം. So the first question is a call center has the following minimal daily requirements for personnel as shown in table below. Here we have given a table. The question is formulate a linear programming model to find a optimal schedule. അതായത് മിനിമം റിക്വയർമെൻറ്റ്സ് ഫോർ പേഴ്സണൽസിൻ്റെ ഒരു ടേബിളാണ് തന്നിരിക്കുന്നത്. ഒരു കോൾ സെൻറ്ററിൽ വരുന്ന ഡെയിലി മിനിമൽ റിക്വയർമെൻറ്റ്സ് ഫോർ പേഴ്സണലാണ് ആ ടേബിളിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അവിടെ 24 hours ടൈമാണ്. ഫസ്റ്റ് 24 hour ക്ലോക്കിൽ വരുന്ന ടൈം ഓഫ് ദി ഡേ ആണ് ഫസ്റ്റ് കോളത്തിൽ കൊടുത്തിരിക്കുന്നത്. സെക്കൻഡ് കോളത്തിൽ അതിനെ എത്ര പീരീഡായിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്, 6 പീരീഡായിട്ടാണ് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി തേർഡ് കോളത്തിൽ കൊടുത്തിരിക്കുന്നത് മിനിമം നമ്പർ ഓഫ് പീപ്പിൾ റിക്വയർഡ്, ഓരോ പീരീഡിലും വരുന്ന മിനിമം ആളുകളുടെ കൗണ്ടാണ് തേർഡ് കോളത്തിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, തന്നിരിക്കുന്ന ടേബിളാണ് ഞാനിവിടെ വരച്ചിരിക്കുന്നത്. ടേബിളിൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അവിടെ പറഞ്ഞിട്ടുണ്ട് ഈ ടേബിളിൽ തന്നിരിക്കുന്നത് കോൾ സെൻറ്ററിൽ വരുന്ന മിനിമം റിക്വയർമെൻറ്റ്സ് ഫോർ പേഴ്സണൽ, മിനിമം റിക്വയർമെൻറ്റ്സ് ഫോർ പേഴ്സണൽസ്. ഓക്കെ, അതായത് ആ കോൾ സെൻറ്ററിലോട്ട് ആവശ്യമായിട്ട് വരുന്ന പീപ്പിൾസിൻ്റെ മിനിമം നമ്പറാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കോൾ സെൻറ്ററിലോട്ട് ആവശ്യമായിട്ട് വരുന്ന ആളുകളുടെ എണ്ണം മിനിമൈസ് ചെയ്യുക പെർ ഡേ. സോ അപ്പോൾ അതാണ് ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന പ്രോബ്ലം. അപ്പോൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് മിനിമൈസേഷനാണ്. ഇപ്പോൾ പ്രോബ്ലത്തിൽ പറഞ്ഞിരിക്കുന്ന ടേബിളിൽ പറഞ്ഞിരിക്കുന്നുണ്ടോ 24 hour ക്ലോക്കാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. ഓരോ പീരീഡ് എന്ന് പറയുന്നത് 4 hour വെച്ചിട്ടാണ് ഓരോ പീരീഡും വരുന്നത്. അപ്പോൾ 2 മണിക്കാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് നിൽക്കുക. ഫസ്റ്റ് പീരീഡ് 2 o'clock സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റ് പീരീഡ് 2 to 6 ആയിരിക്കും. 4 hours വെച്ചിട്ടുള്ള ഒരു സ്ലോട്ടാണ് ഫസ്റ്റ് പീരീഡിൽ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് പീരീഡിൽ മിനിമം നമ്പർ ഓഫ് പീപ്പിൾ റിക്വയർഡ് 20 ആണ്. 20 പേരെങ്കിലും അവിടെ മിനിമം വേണം. ഓക്കെ, ഫസ്റ്റ് പീരീഡിൽ വരുന്ന മിനിമം ആളുകളുടെ കൗണ്ടാണ് 20 എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് പീരീഡ് വരുന്നത് ഒരു സ്ലോട്ട് കഴിഞ്ഞ് അടുത്തത് അതിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, സോ അപ്പോൾ അടുത്തത് വരുന്നത് 6 to 10 ആണ്. 4 hours വന്നു. അതിൽ 15 പീപ്പിൾസാണ് മിനിമം നമ്പർ ഓഫ് റിക്വയർമെൻറ്റ്സ് വരുന്നത്. ഇനി തേർഡ് പീരീഡ് എന്ന് പറയുന്നത് ഇവിടെ 10 വെച്ചല്ല സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ 10 to 14 അതിൽ മിനിമം നമ്പർ ഓഫ് പീപ്പിൾ റിക്വയർഡ് 8 വരുന്നു. അടുത്ത ഫോർത്ത് പീരീഡ് എന്ന് പറയുന്നത് 14 to 18 ആണ്. അതിൽ വരുന്ന മിനിമം നമ്പർ ഓഫ് പീപ്പിൾ റിക്വയർമെൻറ്റ് 6 ആണ്. പീരീഡ് 5 18 hours to 22 hours ആണ്. അതിൽ വരുന്ന മിനിമം നമ്പർ ഓഫ് പീപ്പിൾ റിക്വയർമെൻറ്റ് 12 ആണ്. ഇനി ഇതിൽ വരുന്ന ലാസ്റ്റ് സ്ലോട്ടാണ് അല്ലെങ്കിൽ ലാസ്റ്റ് പീരീഡ് 6th പീരീഡിൽ വരുന്നത് 20 to 2 ആണ്. 22 hour to 2 AM. ഓക്കെ, 22 AM to 2 AM. 2 AM എന്ന് പറയുമ്പോഴേക്കും പിന്നീട് വരുന്നത് ഫസ്റ്റ് സ്ലോട്ടാണ് വരുന്നത്, ഫസ്റ്റ് പീരീഡാണ് വരുന്നത്. അപ്പോൾ ഈ 6th പീരീഡിലോട്ട് വരുന്ന മിനിമം റിക്വയർമെൻറ്റ് ഓഫ് പീപ്പിൾസ് എന്ന് പറയുന്നത് 30 ആണ്. സോ അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഇവരുടെ ഈ കോൾ സെൻറ്ററിൻ്റെ പീരീഡ്സും അവരുടെ മിനിമം റിക്വയർമെൻറ്റ് ഓഫ് പീപ്പിൾസിൻ്റെ കൗണ്ടും തന്നിരിക്കുന്നത്. ഇനി നിങ്ങളോട് ഇവിടെ അസംഷൻ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. നോട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് പീരീഡ് 1 ആസ് ഫോളോയിങ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ പീരീഡ് 6. അതായത് ഇവിടെ നമ്മൾ കണ്ടല്ലോ പീരീഡ് 6 സ്റ്റോപ്പ് ചെയ്യുന്നത് 2 o'clock ഓക്കെ, 2 o'clock വരെയാണ് പീരീഡ് 6 വരുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് ഇവിടെ ക്ലിയർ ആണ്. പിന്നെ പീരീഡ് 1 2 o'clock തൊട്ട് 6 o'clock വരെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ പീരീഡ് 6 കഴിയുമ്പോൾ തന്നെ പീരീഡ് 1 ഇമ്മീഡിയറ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. ഓക്കെ, പീരീഡ് 1 ആസ് ഫോളോയിങ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ പീരീഡ് 6 ഇതാണ് പറഞ്ഞിരിക്കുന്നത്. പീരീഡ് 6ന് ശേഷം ഉടൻ തന്നെ പീരീഡ് 1 സ്റ്റാർട്ട് ചെയ്യുന്നു. പിന്നെ പറഞ്ഞിട്ടുണ്ട് ഈച്ച് പേഴ്സൺസ് വർക്ക്സ് 8 consecutive hours. ഓരോ ആളുകളും ഓരോ പേഴ്സൺസും അടുത്തടുത്ത് വരുന്ന 8 hours എങ്കിലും വർക്ക് ചെയ്യുക. അപ്പോൾ ഒരാളുടെ വർക്കിംഗ് ടൈം എന്ന് പറയുന്നത് പെർ ഡേ 8 hours ആണ്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഓരോ പീരീഡും 4 hours വെച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ ഇപ്പോൾ ഫസ്റ്റ് പീരീഡിലാണ് ഒരാൾ ജോയിൻ ചെയ്യുന്നതെങ്കിൽ അയാൾ സെക്കൻഡ് പീരീഡിലും കൂടി വർക്ക് ചെയ്യണം. 8 hours ആകുള്ളൂ. ഓരോന്നിലും 4 hours വെച്ചുകൊണ്ട് അതാണ് പറഞ്ഞിരിക്കുന്നത് ഈച്ച് പേഴ്സൺ വർക്ക്സ് 8 consecutive hours. ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് മിനിമം റിക്വയർമെൻറ്റ് ഫോർ പേഴ്സണലാണ് ഫൈൻഡ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇതിൻ്റെ ഡിസിഷൻ വേരിയബിൾസ് ഐഡൻറ്റിഫൈ ചെയ്യുക. ഇവിടെ ഡിസിഷൻ വേരിയബിൾസ് അപ്പോൾ എങ്ങനെയായിരിക്കും എടുക്കേണ്ടത്? ഓരോ പീരീഡിലും അല്ലേ, പീരീഡ് 1 പീരീഡ് 2 പീരീഡ് 3 പീരീഡ് 4 പീരീഡ് 5 പീരീഡ് 6 ഓരോ പീരീഡിലും
എത്ര പീപ്പിൾസ് അവരുടെ ഷിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതാണ് നമ്മളിവിടെ ഡിസിഷൻ വേരിയബിൾസ് ആയിട്ട് ചൂസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ x1 എന്ന് പറയുന്നത് ഞാനിവിടെ എടുത്തു നമ്പർ ഓഫ് പീപ്പിൾ സ്റ്റാർട്ടിങ് ദർ ഷിഫ്റ്റ് അറ്റ് ദ ബിഗിനിങ് ഓഫ് പീരീഡ് 1. പീരീഡ് 1ൻ്റെ ബിഗിനിങ്ങിൽ ഷിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പർ ഓഫ് പീപ്പിൾസിൻ്റെ കൗണ്ടാണ് x1 എന്ന് പറയുന്നത്. ഇനി പീരീഡ് 2ൽ ഷിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകളുടെ കൗണ്ടാണ് x2. ഇനി പീരീഡ് 3ൽ ഷിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന അവരുടെ ഷിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു, അപ്പോൾ അവരുടെ കൗണ്ടാണ് x3 ആയിട്ട് എടുത്തത്. പീരീഡ് 4ൽ ഷിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകളുടെ കൗണ്ടാണ് x4. ആൻഡ് x5 എന്ന് പറയുന്ന നമ്പർ ഓഫ് പീപ്പിൾ സ്റ്റാർട്ടിങ് ദർ ഷിഫ്റ്റ് അറ്റ് ദ ബിഗിനിങ് ഓഫ് പീരീഡ് 5. x6 എന്ന് പറയുന്നത് നമ്പർ ഓഫ് പീപ്പിൾ സ്റ്റാർട്ടിങ് ദർ ഷിഫ്റ്റ് അറ്റ് ദ ബിഗിനിങ് ഓഫ് പീരീഡ് 6. ഇതാണ് ഇവിടുത്തെ ഡിസിഷൻ വേരിയബിൾസ് വരുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ കാണാം. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ക്ലിയർ ആണ്, മിനിമൈസേഷൻ ആണ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. മിനിമം റിക്വയർമെൻറ്റ്സ് ഫോർ പേഴ്സണൽ മിനിമൈസേഷൻ പ്രോബ്ലം ആണ് നമുക്കിവിടെ വരുന്നത്. സോ അപ്പോൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മിനിമൈസ് ആണ്. എങ്ങനെ മിനിമൈസ് ചെയ്യാം? ആളുകളുടെ കൗണ്ട് മിനിമൈസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓരോ ഷിഫ്റ്റിലോട്ടും വരുന്ന പേഴ്സൺസിൻ്റെ കൗണ്ട് മിനിമൈസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓരോ ഷിഫ്റ്റിൻ്റെയും ബിഗിനിങ്ങിൽ വരുന്ന പേഴ്സൺസിൻ്റെ കൗണ്ട് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ടല്ലോ. ഇത്രയും ആളുകൾ ഫസ്റ്റ് ഷിഫ്റ്റിൽ ജോയിൻ ചെയ്യുന്നുണ്ട് x1. ഈ x2 ആളുകൾ സെക്കൻഡ് ഷിഫ്റ്റിൽ ജോയിൻ ചെയ്യുന്നു. x3 ആളുകൾ തേർഡ് ഷിഫ്റ്റിൽ ജോയിൻ ചെയ്യുന്നു. x4 പേഴ്സൺസ് ഫോർത്ത് ഷിഫ്റ്റിൽ ജോയിൻ ചെയ്യുന്നു. x5 പേഴ്സൺസ് ഫിഫ്ത്ത് ഷിഫ്റ്റിൽ ജോയിൻ ചെയ്യുന്നു. x6 പേഴ്സൺസ് സിക്സ്ത് ഷിഫ്റ്റിൽ ജോയിൻ ചെയ്യുന്നു. അപ്പോൾ ഇവരുടെ കൗണ്ട്, ഇവരുടെ ഇത്രയും ആളുകളുടെ സമ്മല്ലേ നമുക്ക് എടുക്കേണ്ടത്, അതിൻ്റെ മിനിമം ആണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. സോ അപ്പോൾ അവിടുത്തെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ വരുന്നത് മിനിമം ഓഫ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ നമുക്ക് എങ്ങനെ എഴുതാം? മിനിമം z ഈക്വൽ ടു x1 പ്ലസ് x2 പ്ലസ് x3 പ്ലസ് x4 പ്ലസ് x5 പ്ലസ് x6. ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. ഇനി ഇവിടുത്തെ കൺസ്ട്രെയിൻസ് ഫൈൻഡ് ചെയ്യണം. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഒരാൾ ഈച്ച് പേഴ്സൺ വർക്ക്സ് 8 കോൺസിക്യൂട്ടീവ് അവേഴ്സ്. ഓക്കെ, ഒരാൾ അടുത്തടുത്തുള്ള 8 മണിക്കൂർ വർക്ക് ചെയ്യണം. അപ്പോൾ ഒരാളുടെ ഒരു ദിവസത്തെ വർക്കിംഗ് ടൈം എന്ന് പറയുന്നത് 8 അവേഴ്സാണ്. അത് കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള 8 അവേഴ്സ് വർക്ക് ചെയ്യണം എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ അപ്പോൾ നമുക്കിവിടുത്തെ കൺസ്ട്രെയിൻസ് എങ്ങനെ ഫൈൻഡ് ചെയ്യാം? അപ്പോൾ നോക്കിയേ, ഞാൻ ഫസ്റ്റ് ഷിഫ്റ്റിൽ ജോയിൻ ചെയ്യുന്ന ആളുകൾ നെക്സ്റ്റ് ഷിഫ്റ്റിലും കൂടി കണ്ടിന്യൂ ചെയ്യണമല്ലോ അല്ലേ? അതായത് നെക്സ്റ്റ് ഷിഫ്റ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് പീരീഡാണ്. അപ്പോൾ സിക്സ്ത് പീരീഡിൽ ഷിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകൾ ഫസ്റ്റ് പീരീഡിലും കൂടി ഷിഫ്റ്റ് കണ്ടിന്യൂ ചെയ്യണം. ഓക്കെ, സോ അപ്പോൾ നമുക്ക് അവിടുത്തെ ഫസ്റ്റ് സ്ലോട്ടായിട്ട് നമ്മൾ എടുക്കുകയാണ് നമ്പർ ഓഫ് പീപ്പിൾസ് ഇൻ സിക്സ്ത് ഷിഫ്റ്റ് പ്ലസ് ഫസ്റ്റ് ഷിഫ്റ്റ്. ഓക്കെ, നമ്പർ ഓഫ് പീപ്പിൾസ് ഇൻ സിക്സ്ത് ഷിഫ്റ്റ് സിക്സ്ത് പീരീഡ് പ്ലസ് ഫസ്റ്റ് പീരീഡ് എന്ന് പറയുന്നത് എങ്ങനെ വരും? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 20. അതായത് ഇവിടുത്തെ മിനിമം റിക്വയർമെൻറ്റ് മിനിമം 20 പേഴ്സൺസ് എങ്കിലും ഉണ്ടാകണം. അതായത് സിക്സ്ത് പീരീഡിൽ വർക്ക് ചെയ്തിരുന്ന ആളുകൾ എല്ലാവരും തന്നെ ഫസ്റ്റ് പീരീഡിലോട്ട് പോകുന്നില്ല അല്ലേ? സിക്സ്ത് പീരീഡിൽ അപ്പോൾ 30 പേഴ്സൺസ് ആണ് മിനിമം റിക്വയർമെൻറ്റ്സ് പറഞ്ഞിരുന്നത്. അപ്പോൾ സിക്സ്ത് പീരീഡിൽ വർക്ക് ചെയ്യുന്ന എല്ലാ പേഴ്സൺസും തന്നെ ഫസ്റ്റ് പീരീഡിലോട്ട് മൂവ് ചെയ്യുന്നില്ല. കുറേ പേരുടെ ഷിഫ്റ്റ് സിക്സ്ത് പീരീഡിൽ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ അപ്പോൾ ബാക്കിയുള്ളവർ പ്ലസ് ഫസ്റ്റ് പീരീഡിൽ ജോയിൻ ചെയ്യുന്നവർ അവരുടെ കൗണ്ട് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 20 ആയിരിക്കും. അപ്പോൾ മിനിമം 20 എങ്കിലും വരും. അത് മിനിമം 20 ഫസ്റ്റ് പീരീഡിൽ ജോയിൻ ചെയ്യുന്ന ആളുകളുടെ ഫസ്റ്റ് പീരീഡിലെ മിനിമം നമ്പർ ഓഫ് പീപ്പിൾസ് റിക്വയർമെൻറ്റ്സ് ആണ് ഇവിടെ 20 കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് പീരീഡിൽ ജോയിൻ ചെയ്ത ആളുകൾ സെക്കൻഡ് പീരീഡിലും കൂടി വർക്ക് ചെയ്യണം. പിന്നെ സെക്കൻഡ് പീരീഡിൽ ഷിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകളുമുണ്ട്. ഓക്കെ, അപ്പോൾ അവരുടെ രണ്ടുപേരുടെയും കൂടി മിനിമം റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് 15 ആണ്. അതിൽ കൂടുതൽ വേണമെങ്കിലും അതിൽ കൂടുതൽ വരുള്ളൂ അല്ലേ? അപ്പോൾ മിനിമം 15 എങ്കിലും ഉണ്ടാകും. സോ അപ്പോൾ ഇവിടെ നമുക്ക് അടുത്ത കൺസ്ട്രെയിൻറ്റ് വരുന്നത് ഫസ്റ്റ് പീരീഡിലെ ആളുകളുടെ കൗണ്ട്. അപ്പോൾ ഫസ്റ്റ് പീരീഡിൽ ഷിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകളുടെ കൗണ്ട് പ്ലസ് സെക്കൻഡ് പീരീഡിൽ ഷിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകളുടെ കൗണ്ട് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ത് വരും? 15. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 15. ഇനി അടുത്ത വരുന്നത് ഇപ്പോൾ തേർഡ് പീരീഡിൽ ഷിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. ഇപ്പോൾ സെക്കൻഡ് പീരീഡിൽ ഷിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് അത് കണ്ടിന്യൂ ചെയ്യുന്നവരുണ്ട് തേർഡ് പീരീഡിലോട്ട്.
അപ്പോൾ അവരുടെ രണ്ടുപേരുടെയും കൂടി മിനിമം റിക്വയർമെൻറ്റ് വരുന്നത് 8 ആണ്. അപ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 8. അപ്പോൾ അടുത്ത് വരുന്ന x2 + x3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 8. x2 + x3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 8. അടുത്ത് വരുന്നത് തേർഡ് പീരീഡിൽ ഷിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്ത ആളുകൾ ഫോർത്ത് പീരീഡിലും കൂടി കണ്ടിന്യൂ ചെയ്യണം. അതുപോലെ ഫോർത്ത് പീരീഡിൽ ഷിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകളുമുണ്ട്. അപ്പോൾ രണ്ടുപേരുടെയും കൂടി മിനിമം റിക്വയർമെൻറ്റ് വരുന്നത് 6 ആണ്. ദാറ്റ് ഈസ് x3 + x4. ദാറ്റ് ഈസ് നമ്പർ ഓഫ് പീപ്പിൾ സ്റ്റാർട്ടിങ് ദർ ഷിഫ്റ്റ് അറ്റ് ദ ബിഗിനിങ് ഓഫ് പീരീഡ് 3 പ്ലസ് നമ്പർ ഓഫ് പീപ്പിൾ സ്റ്റാർട്ടിങ് ദർ ഷിഫ്റ്റ് അറ്റ് ദ ബിഗിനിങ് ഓഫ് പീരീഡ് 4 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6 ആയിരിക്കും. അപ്പോൾ അടുത്തത് വരുന്നത് x3 + x4 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6. ഇനി അടുത്ത് വരുന്നത് ഫോർത്ത് പീരീഡിൽ ഷിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്ത ആളുകൾ ചിലവരെങ്കിലും, അപ്പോൾ ഫോർത്ത് പീരീഡിൽ ഷിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്ത ആളുകളെ ഫിഫ്ത്ത് പീരീഡിലും കൂടി കണ്ടിന്യൂ ചെയ്യണം. അതുപോലെ ഫിഫ്ത്ത് പീരീഡിൽ ഷിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ നമ്പർ ഓഫ് പീപ്പിൾ സ്റ്റാർട്ടിങ് ദർ ഷിഫ്റ്റ് അറ്റ് ദ ബിഗിനിങ് ഓഫ് പീരീഡ് 4 ആൻഡ് നമ്പർ ഓഫ് പീപ്പിൾ സ്റ്റാർട്ടിങ് ദർ ഷിഫ്റ്റ് അറ്റ് ദ ബിഗിനിങ് ഓഫ് പീരീഡ് 5 എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 12 ആണ്. അടുത്ത കൺസ്ട്രെയിൻറ്റ് വരുന്നത് x4 + xy എന്ന് പറയുന്ന ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 12. ഇനി അടുത്തതോ നമ്പർ ഓഫ് പീപ്പിൾ. ഇപ്പോൾ ഫിഫ്ത്ത് പീരീഡിൽ ഷിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്ത ആളുകളാണെങ്കിൽ അവർ സിക്സ്ത് പീരീഡിലും കൂടി കണ്ടിന്യൂ ചെയ്യണം. അതുപോലെ സിക്സ്ത് പീരീഡിൽ ഷിഫ്റ്റ് ചെയ്യുന്ന ആളുകളുമുണ്ട്. ദാറ്റ് ഈസ് ദ നമ്പർ ഓഫ് പീപ്പിൾ സ്റ്റാർട്ടിങ് ദർ ഷിഫ്റ്റ് അറ്റ് ദ ബിഗിനിങ് ഓഫ് പീരീഡ് 5 ആൻഡ് ദ നമ്പർ ഓഫ് പീപ്പിൾ സ്റ്റാർട്ടിങ് ദർ ഷിഫ്റ്റ് അറ്റ് ദ ബിഗിനിങ് ഓഫ് പീരീഡ് 6 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 30 ആയിരിക്കണം. ദാറ്റ് ഈസ് അടുത്ത കൺസ്ട്രെയിൻറ്റ് വരുന്നത് xy + x6 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 30. ഇതാണ് നമുക്ക് കിട്ടുന്ന 6 കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ലാസ്റ്റ് വരുന്ന ഇവിടുത്തെ നോൺ നെഗറ്റിവിറ്റി കൺസ്ട്രെയിൻസ് ആണ്. അതായത് x1, x2, x3, x4, x5, x6 ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇത് ഓരോ ഷിഫ്റ്റിലും ഓരോ പീരീഡിലും ഷിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന പേഴ്സൺസിൻ്റെ കൗണ്ടാണ്. അതെപ്പോഴും പോസിറ്റീവായിരിക്കും. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ്റെ LPP ഫോർമുലേഷൻ എന്ന് പറയുന്നത്. കോൺസെപ്റ്റ് ക്ലിയർ ആണോ എല്ലാവർക്കും? The second question is, in a transport company, 6 trucks of type 1, 10 trucks of type 2 and 8 trucks of type 3 are available for each day's requirements. Tonnage capacities are 16 for type 1, 12 for type 2 and 9 for type 3. The company dispatches its trucks to cities A and B. Tonnage requirements are 20 at city A and 30 at city B. Excess tonnage capacity supplied to a city has no value. Considering the distances, it is possible for the trucks to go only once to the destinations every day. The cost of sending a truck to each city is given in the table. Formulate this problem as a linear programming problem. So, ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഒരു ട്രാൻസ്പോർട്ട് കമ്പനിക്ക് അവരുടെ ഡെയിലി റിക്വയർമെൻറ്റ്സിന് വേണ്ടിയിട്ട് 3 ടൈപ്പ് ഓഫ് ട്രക്സ് അവൈലബിൾ ആണ്. ടൈപ്പ് 1 ട്രക്സ് 6 എണ്ണം ഉണ്ട്, ടൈപ്പ് 2 ട്രക്സ് 10, ടൈപ്പ് 3 ട്രക്സ് 8 എണ്ണം വരുന്നുണ്ട്. ഓക്കെ, ഇനി ഈ പറഞ്ഞിരിക്കുന്ന 3 ടൈപ്പ് ട്രക്സിൻ്റെയും ടണേജ് കപ്പാസിറ്റിയാണ് അടുത്ത സെൻറ്റൻസിൽ കൊടുത്തിരിക്കുന്നത്. ടൈപ്പ് 1 ട്രക്കിൻ്റെ ടണേജ് കപ്പാസിറ്റി 16, ടൈപ്പ് 2 ട്രക്കിൻ്റെ ടണേജ് കപ്പാസിറ്റി 12, ടൈപ്പ് 3 ട്രക്കിൻ്റെ ടണേജ് കപ്പാസിറ്റി 9. ഇനി ഈ കമ്പനി ഈ ട്രക്സിനെ 3 ട്രക്സിനെയും 2 സിറ്റീസിലോട്ട് ഡിസ്പാച്ച് ചെയ്യുന്നുണ്ട്, സിറ്റി എയിലോട്ടും സിറ്റി ബിയിലോട്ടും. സിറ്റി എയിലോട്ട് വരുന്ന മിനിമം റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് 20 യൂണിറ്റ്സ് ആണ്. അതുപോലെ ടണേജ് റിക്വയർമെൻറ്റ്, അതുപോലെ സിറ്റി ബിയിലോട്ട് വരുന്ന ടണേജ് റിക്വയർമെൻറ്റ് 30 യൂണിറ്റ്സ് ആണ്. ഇനി ഇവിടെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഡിസ്റ്റൻസ് വെച്ച് നോക്കുമ്പോൾ ഈ ഓരോ ട്രക്സിനും ഒരു തവണ മാത്രമേ ഈ പറഞ്ഞ 2 ഡെസ്റ്റിനേഷൻസിലോട്ടും പോകാൻ പറ്റത്തുള്ളൂ. ഒന്നിൽ കൂടുതൽ തവണ അവർ ഓരോ ഡെസ്റ്റിനേഷനിലോട്ടും പോകുന്നില്ല. അത് സിറ്റി എയിലോട്ടും സിറ്റി ബിയിലോട്ടും ഈ പറഞ്ഞിരിക്കുന്ന 3 ട്രക്സും ഒരു തവണയേ ഡെയിലി പോകുന്നുള്ളൂ. ഇനി തന്നിരിക്കുന്ന ടേബിളിൽ ഇതിൻ്റെ കോസ്റ്റാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പറഞ്ഞ 2 സിറ്റീസിലോട്ടും 3 ടൈപ്പ് വെഹിക്കിൾസും സെൻഡ് ചെയ്യുമ്പോൾ ഓരോ വെഹിക്കിളിനും വരുന്ന കോസ്റ്റാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ടൈപ്പ് 1 ട്രക്ക് സിറ്റി എയിലോട്ട് പോവുകയാണെങ്കിൽ അതിൽ ഒരെണ്ണത്തിന് വരുന്ന കോസ്റ്റ് 2000 റുപ്പീസ്. ഇനി ടൈപ്പ് 2 ട്രക്ക് ആണെങ്കിൽ സിറ്റി എയിലോട്ട് പോകുന്ന അതിൽ ഒരെണ്ണത്തിന് വരുന്ന കോസ്റ്റ് 1800. അതുപോലെ ടൈപ്പ് 3 ട്രക്ക് സിറ്റി എയിലോട്ട് ഒരെണ്ണത്തിന് വരുന്ന കോസ്റ്റ് 1200. ഇതുപോലെ തന്നെയാണ് സെക്കൻഡ് കോളത്തിലും പറഞ്ഞിരിക്കുന്നത്. ടൈപ്പ് 1 ട്രക്ക് സിറ്റി ബിയിലോട്ട് സെൻഡ് ചെയ്യാൻ ഒരെണ്ണത്തിന് വരുന്ന കോസ്റ്റ് 3000 രൂപ. ഓക്കെ, സോ അപ്പോൾ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഇതാണ്, കോസ്റ്റ് മിനിമൈസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഒരു ടേബിൾ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ്റെ. ടേബിളിൽ പറഞ്ഞിരിക്കുന്നത് ഈ ട്രാൻസ്പോർട്ടിംഗ് കമ്പനിക്ക് 3 ടൈപ്പ് ഓഫ് ട്രക്സ് ആണല്ലോ വരുന്നത്.
ഓക്കെ, 3 ടൈപ്പ് ഓഫ് ട്രക്സിന് ഈ 2 സിറ്റിയിലോട്ട് അവർ ഡിസ്പാച്ച് ചെയ്യുന്നുണ്ട്. ഈ കമ്പനി ഈ 3 ട്രക്സിനെ 2 സിറ്റീസിലോട്ട് ഡിസ്പാച്ച് ചെയ്യുന്നുണ്ട്, സിറ്റി എയിലോട്ടും സിറ്റി ബിയിലോട്ടും. 2 സിറ്റിയിലോട്ടും ഡിസ്പാച്ച് ചെയ്യുമ്പോൾ അവരുടെ കോസ്റ്റാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതായത് ടൈപ്പ് 1 വെഹിക്കിളിനെ സിറ്റി എയിലോട്ട് സെൻഡ് ചെയ്യുമ്പോൾ ആ ട്രക്കിന് വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് 2000 ആണ്. അതുപോലെ ടൈപ്പ് 2 വെഹിക്കിൾസിനെ സിറ്റി എയിലോട്ട് ഡിസ്പാച്ച് ചെയ്യുമ്പോൾ ആ ട്രക്കിന് വരുന്ന ടൈപ്പ് 2 ട്രക്സിന് വരുന്ന കോസ്റ്റ് 1800 ആണ്. ടൈപ്പ് 3 വെഹിക്കിൾസിനെ ടൈപ്പ് 3 ട്രക്കിനെ സിറ്റി എയിലോട്ട് ഡിസ്പാച്ച് ചെയ്യുമ്പോൾ അതിന് വരുന്ന കോസ്റ്റ് 1200. അതുപോലെ ടൈപ്പ് 1 വെഹിക്കിൾ സിറ്റി ബിയിലോട്ട് ഡിസ്പാച്ച് ചെയ്യുമ്പോൾ വരുന്ന കോസ്റ്റ് 3000 റുപ്പീസ്. ടൈപ്പ് 2 ട്രക്ക് സിറ്റി ബിയിലോട്ട് ഡിസ്പാച്ച് ചെയ്യുമ്പോൾ വരുന്ന കോസ്റ്റ് 2400. ആൻഡ് ടൈപ്പ് 3 വെഹിക്കിൾ സിറ്റി ബിയിലോട്ട് ഡിസ്പാച്ച് ചെയ്യുമ്പോൾ വരുന്ന കോസ്റ്റ് 2200 ആണ്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ദ കോസ്റ്റ് ഫോർമുലേറ്റ് ദിസ് പ്രോബ്ലം ആസ് എ ലീനിയർ പ്രോഗ്രാമിംഗ്. കോസ്റ്റ് മിനിമൈസ് ചെയ്യാനായിട്ടാണ് ഇവിടെ നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്. സോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കോസ്റ്റ് മിനിമൈസ് ചെയ്യുക എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മിനിമൈസേഷൻ ആണ് ഇവിടെ വരുന്നത്. മിനിമൈസേഷൻ പ്രോബ്ലമാണ് ഇവിടുത്തെ ഒപ്റ്റിമൈസേഷനിൽ വരുന്നത്. ഇനി എങ്ങനെയാണ് കോസ്റ്റ് മിനിമൈസ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് 3 ടൈപ്പ് ഓഫ് ട്രക്സ് ആണ് എടുത്തിരിക്കുന്നത് അല്ലേ. 3 ടൈപ്പ് ഓഫ് ട്രക്സും 2 സിറ്റിയിലോട്ടും ഡിസ്പാച്ച് ചെയ്യുമ്പോൾ വരുന്ന കോസ്റ്റ്, ഓരോന്നിൻ്റെയും കോസ്റ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ അപ്പോൾ ഞാനിവിടെ XIJ ജനറലായിട്ട് ഇങ്ങനൊരു സിമ്പിൾ എടുത്ത് XIJ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ട്രക്സ് ഓഫ് ടൈപ്പ് I ഗോയിങ് ടു സിറ്റി J. അതായത് ടൈപ്പ് I ട്രക്സ് സിറ്റി ജെയിലോട്ട് ഡിസ്പാച്ച് ചെയ്യുന്നതിൻ്റെ കൗണ്ടാണ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ അത് എന്താണെന്നുള്ളത് എഴുതിയിട്ടുണ്ട്. ഇതുണ്ടോ, ടൈപ്പ് 1 നമ്പർ ഓഫ് ടൈപ്പ് 1 ട്രക്സ് സിറ്റി എയിലോട്ട് ഡിസ്പാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ X1 എന്ന് ചൂസ് ചെയ്തു. ഓക്കെ, ടൈപ്പ് 1 ട്രക്ക് എത്ര ടൈപ്പ് 1 ട്രക്സ് സിറ്റി എയിലോട്ട് ഡിസ്പാച്ച് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എത്ര ടൈപ്പ് 1 ട്രക്സ് സിറ്റി എയിലോട്ട് സെൻഡ് ചെയ്യുന്നുണ്ട്, അത് നമ്മൾ X1A ആയിട്ട് ചൂസ് ചെയ്തു. ഓക്കെ, ഇനി സിറ്റി എയിൽ നിന്ന്, അതായത് ടൈപ്പ് 1 ട്രക്ക് സിറ്റി എയിലോട്ട് സെൻഡ് ചെയ്യാനുള്ള കോസ്റ്റ് എന്ന് പറയുന്നത് 2000 റുപ്പീസാണ്. ഓക്കെ, സോ അപ്പോൾ അതുപോലെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്പർ ഓഫ് ടൈപ്പ് 1 ട്രക്ക് സിറ്റി ബിയിലോട്ട് ഡിസ്പാച്ച് ചെയ്യുന്നുണ്ട് ആ കമ്പനി, അത് നമ്മൾ X1B എന്ന് ചൂസ് ചെയ്തു. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ടൈപ്പ് 1 ട്രക്ക് സിറ്റി ബിയിലോട്ട് സെൻഡ് ചെയ്യാനുള്ള കോസ്റ്റ് എന്ന് പറയുന്നത് 3000 റുപ്പീസാണ്. ഇനി നമ്പർ ഓഫ് ടൈപ്പ് 2 ട്രക്സ് സിറ്റി എയിലോട്ട് ഡിസ്പാച്ച് ചെയ്യുന്നു, അത് നമ്മൾ X2A എന്ന് എടുത്തു, X2A. ഓക്കെ, ഇനി നമ്പർ ഓഫ് ടൈപ്പ് 2 ട്രക്സ് സിറ്റി എയിലോട്ട് ഡിസ്പാച്ച് ചെയ്യാനുള്ള കോസ്റ്റ് 1800 ആണ്. ഇനി നമ്പർ ഓഫ് ടൈപ്പ് 2 ട്രക്സ് സിറ്റി ബിയിലോട്ട് ഡിസ്പാച്ച് ചെയ്യുന്നതിന് നമ്മൾ X2B എന്ന് എടുത്തു, X2B. ഇനി നമ്പർ ഓഫ് ടൈപ്പ് 2 ട്രക്സ് സിറ്റി, നമ്പർ ഓഫ് അല്ല, ടൈപ്പ് 2 ട്രക്സ് സിറ്റി ബിയിലോട്ട് സെൻഡ് ചെയ്യാനുള്ള കോസ്റ്റ് 2500 ആണ്. ഇനി നമ്പർ ഓഫ് ടൈപ്പ് 3 ട്രക്സ് സിറ്റി എയിലോട്ട് ഡിസ്പാച്ച് ചെയ്യുന്നത് നമ്മൾ X3A എന്ന് ചൂസ് ചെയ്തു. ഇനി ടൈപ്പ് 3 ട്രക്സ് സിറ്റി എയിലോട്ട് സെൻഡ് ചെയ്യാനായിട്ട് എടുക്കുന്ന കോസ്റ്റ് 1200 ആണ്. ഇനി നമ്പർ ഓഫ് ടൈപ്പ് 3 ട്രക്സ് സിറ്റി ബിയിലോട്ട് സെൻഡ് ചെയ്യുന്നുണ്ട്, അത് എത്ര ടൈപ്പ് 3 ട്രക്സ് സിറ്റി ബിയിലോട്ട് സെൻഡ് ചെയ്യുന്നു, അത് X3B ആയിട്ട് ഞാൻ ചൂസ് ചെയ്തു. ഇനി ടൈപ്പ് 3 ട്രക്സ് സിറ്റി ബിയിലോട്ട് സെൻഡ് ചെയ്യാൻ എടുക്കുന്ന കോസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് 2200 ആണ്. സോ അപ്പോൾ നമ്മുടെ മിനിമൈസേഷൻ ഫംഗ്ഷൻ എങ്ങനെയായിരിക്കും വരുന്നത്, ടൈപ്പ് 1 ട്രക്സ് എത്ര ടൈപ്പ് 1 ട്രക്സ് സിറ്റി എയിലോട്ട് പോകുന്നുണ്ട്, അതെ ഇങ്ങനെ എടുത്തിരിക്കുന്ന X1A, അപ്പോൾ X1A. ഇനി ടൈപ്പ് 1 ട്രക്ക്, ഒരു ടൈപ്പ് 1 ട്രക്ക് സിറ്റി എയിലോട്ട് സെൻഡ് ചെയ്യാനെടുക്കുന്ന കോസ്റ്റ് 2000 റുപ്പീസാണ്. സോ ഇത് നമുക്ക് എങ്ങനെ എഴുതാം, 2000 ഞാനിവിടെ എഴുതാം 2000 ഇൻറ്റു X1A പ്ലസ് അടുത്തത് നമ്പർ ഓഫ് ടൈപ്പ് 1 ട്രക്ക്, അതായത് ടൈപ്പ് 1 ട്രക്ക് സിറ്റി ബിയിലോട്ട് എത്ര ടൈപ്പ് 1 ട്രക്സ് സിറ്റി ബിയിലോട്ട് ഡിസ്പാച്ച് ചെയ്യുന്നുണ്ട്, X1B. ഇനി ടൈപ്പ് 1 ട്രക്സ് സിറ്റി ബിയിലോട്ട് ഡിസ്പാച്ച് ചെയ്യുമ്പോൾ ഒരെണ്ണത്തിന് വരുന്ന കോസ്റ്റ് 3000 ആണ്. സോ അപ്പോൾ അത് വരുന്നത് 3000 X1B പ്ലസ്. ഇനി
എത്ര ടൈപ്പ് 2 ട്രക്സ് സിറ്റി എയിലോട്ട് ഡിസ്പാച്ച് ചെയ്യുന്നുണ്ട്? X2A അല്ലേ? ഒരു ടൈപ്പ് 2 ട്രക്ക് സിറ്റി എയിലോട്ട് ഡിസ്പാച്ച് ചെയ്യാനായിട്ട് വരുന്ന കോസ്റ്റ് 1800 ആണ്. അപ്പോൾ 1800 ഇൻറ്റു X2A പ്ലസ് ഇനി എത്ര ടൈപ്പ് 2 ട്രക്സ് സിറ്റി ബിയിലോട്ട് ഡിസ്പാച്ച് ചെയ്യുന്നുണ്ട്? X2B ട്രക്സ് സിറ്റി ബിയിലോട്ട് ഡിസ്പാച്ച് ചെയ്യുന്നുണ്ട്. ഇനി ടൈപ്പ് 2 ട്രക്സ് സിറ്റി ബിയിലോട്ട് ഡിസ്പാച്ച് ചെയ്യാനായിട്ട് ഒരെണ്ണത്തിന് വരുന്ന കോസ്റ്റ് 2400 ആണ്. സോ അപ്പോൾ അത് വരുന്നത് 2400 ഇൻറ്റു X2B പ്ലസ് ഇനി X3, അതായത് എത്ര ടൈപ്പ് 3 ട്രക്സ് സിറ്റി എയിലോട്ട് ഡിസ്പാച്ച് ചെയ്യുന്നുണ്ട്? X3A. ഇനി ടൈപ്പ് 3 ട്രക്സ് സിറ്റി എയിലോട്ട് ഒരെണ്ണത്തിന് ഡിസ്പാച്ച് ചെയ്യാൻ എടുക്കുന്ന കോസ്റ്റ് 1200 ആണ്. സോ അപ്പോൾ അത് 1200 ഇൻറ്റു X3A പ്ലസ് നമ്പർ ഓഫ് ടൈപ്പ് 3 ട്രക്സ് സിറ്റി ബിയിലോട്ട് ഡിസ്പാച്ച് ചെയ്യുന്നത് X3B ആയിട്ട് എടുത്തു. ഇനി ടൈപ്പ് 3 ട്രക്സ് സിറ്റി ബിയിലോട്ട് സെൻഡ് ചെയ്യുമ്പോൾ ഒരെണ്ണത്തിന് വരുന്ന കോസ്റ്റ് 2200 ആണ്. സോ അപ്പോൾ ഇത് 2200 ഇൻറ്റു X3B. ഓക്കെ, സോ അപ്പോൾ ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ വരുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് ഇവിടുത്തെ കൺസ്ട്രെയിൻസ് ഫോം ചെയ്യണം. ഇവിടുത്തെ കൺസ്ട്രെയിൻസ് എങ്ങനെയായിരിക്കും വരുന്നത്? ആദ്യം ഡിമാൻഡ് കൺസ്ട്രെയിൻസ് എന്ന ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ടൈപ്പ് 1 ട്രക്കിൻ്റെ ഓരോന്നിൻ്റെയും ടണേജ് കപ്പാസിറ്റി പറഞ്ഞിട്ടുണ്ട്. ടൈപ്പ് 1 ട്രക്കിൻ്റെ ടണേജ് കപ്പാസിറ്റി 16ഉം ടൈപ്പ് 2 ട്രക്കിൻ്റെ ടണേജ് കപ്പാസിറ്റി 12ഉം ടൈപ്പ് 3 ട്രക്കിൻ്റെ ടണേജ് കപ്പാസിറ്റി 9ഉമാണ്. നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് സിറ്റി എയിലോട്ട് വരുന്ന ടണേജ് റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് 20 ആണ്. അതുപോലെ സിറ്റി ബിയിലോട്ട് വരുന്ന ടണേജ് റിക്വയർമെൻറ്റ് 30 ആണ്. ആദ്യം നമുക്ക് സിറ്റി എയിലോട്ട് നോക്കാം. സിറ്റി എയിലോട്ട് വരുന്ന ടണേജ് റിക്വയർമെൻറ്റ് 20 ആണ്. 20 ടൺസ് വരെ സിറ്റി എയിലോട്ട് മതി. 20 ടൺസ് സിറ്റി എയിലോട്ട് ഈ 3 ടൈപ്പ് വെഹിക്കിൾസ് വെച്ചിട്ട് നമുക്ക് സെൻഡ് ചെയ്യാമല്ലോ അല്ലേ? അതായത് എയിലോട്ട് വരുന്ന മിനിമം റിക്വയർമെൻറ്റ്സ് ആണ് 20 എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമുക്ക് 20ൽ കൂടുതൽ വേണമെങ്കിൽ നമുക്ക് സിറ്റി എയിലോട്ട് സെൻഡ് ചെയ്യാം. ഇനി ഈ സിറ്റി എയിലോട്ട് 3 ടൈപ്പ് ട്രക്സ് വെച്ചിട്ടും ടൺസ് ക്യാരി ചെയ്യാമല്ലോ. അതായത് സിറ്റി എയിലോട്ട് ഈ പറഞ്ഞ 3 ടൈപ്പ് ട്രക്സ് വെച്ചിട്ട് നമുക്ക് ടൺസ് സെൻഡ് ചെയ്യാൻ പറ്റും അല്ലേ? സോ അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? സിറ്റി എയിലോട്ട് 3 ടൈപ്പ് ട്രക്സ്, സിറ്റി എയിലോട്ട് പോകുന്ന ടൈപ്പ് 1 ട്രക്സിൻ്റെ കൗണ്ട് X1A ആണ്. ഓക്കെ, സോ അപ്പോൾ X1A പ്ലസ് ഇനി സിറ്റി എയിലോട്ട് പോകുന്ന ടൈപ്പ് 2 ട്രക്സിൻ്റെ കൗണ്ട് X2A ആണ്. X2A പ്ലസ് ഇനി സിറ്റി എയിലോട്ട് പോകുന്ന ടൈപ്പ് 3 ട്രക്സിൻ്റെ കൗണ്ട് X3A ആണ്. ഓക്കെ, ഇനി ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ ഓരോ ടൈപ്പ് 1, അതായത് ടൈപ്പ് 1 ട്രക്കിൻ്റെ ടണേജ് കപ്പാസിറ്റി 16 ആണ്. സോ അപ്പോൾ ഇവിടെ നമുക്ക് പറയാമല്ലോ ടൈപ്പ് 1 വെഹിക്കിൾ, ടൈപ്പ് 1 ട്രക്ക് എയിലോട്ട് പോകുന്ന നമ്പർ ഓഫ് ടൈപ്പ് 1 ട്രക്സ് എയിലോട്ട് പോകുന്നു, സിറ്റി എയിലോട്ട് പോകുന്നത് X1A ആണ്. അത് ദാറ്റ് ഈസ് 16 ഇൻറ്റു ടൈപ്പ് 1 ട്രക്സിൻ്റെ ടണേജ് കപ്പാസിറ്റി ആണ് ഇത് പ്ലസ് ഇനി ടൈപ്പ് 2 ട്രക്കിൻ്റെ ടണേജ് കപ്പാസിറ്റി 12. അപ്പോൾ 12 ഇൻറ്റു X2A. ഇനി ടൈപ്പ് 3 ട്രക്കിൻ്റെ ടണേജ് കപ്പാസിറ്റി 9 ആണ്. അങ്ങനത്തെ X3A ട്രക്സ് സിറ്റി എയിലോട്ട്, X3A ടൈപ്പ് 3 ട്രക്സ് സിറ്റി എയിലോട്ട് പോകുന്നുണ്ട്. ഇനി ഇവിടെ മിനിമം റിക്വയർമെൻറ്റ്സ് ആണ്. അപ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 20. ഇനി പറഞ്ഞിരിക്കുന്ന സിറ്റി ബിയിലോട്ട് വരുന്ന മിനിമം റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് 30 ആണ്. മിനിമം റിക്വയർമെൻറ്റ് എടുത്ത് ഞാൻ സിറ്റി ബിയിലോട്ട് നോക്കുവാണെങ്കിൽ ഇവിടെ നോക്കുക, സിറ്റി ബിയിലോട്ട് പോകുന്ന ടൈപ്പ് 1 ട്രക്കിൻ്റെ കൗണ്ട് എന്ന് പറയുന്നത് X1B ആണ്. ഇനി ടൈപ്പ് 1 ട്രക്കിൻ്റെ കപ്പാസിറ്റി അല്ലെങ്കിൽ ടണേജ് കപ്പാസിറ്റി 16. അപ്പോൾ 16 ഇൻറ്റു X1B പ്ലസ് അടുത്ത് വരുന്ന 12 ഇൻറ്റു X2B പ്ലസ് 9 ഇൻറ്റു X3B. ഇത് ക്ലിയർ ആണല്ലോ? അതായത് 12 എന്ന് പറയുന്ന ടൈപ്പ് 2 ട്രക്സിൻ്റെ കപ്പാസിറ്റി. ഓക്കെ, ടൈപ്പ് 2 ട്രക്സ് എത്ര എണ്ണം സിറ്റി ബിയിലോട്ട് പോകുന്നുണ്ട്? X2B. ഇതാണ് 12 ഇൻറ്റു X2B. ഇനി ഇത് ടൈപ്പ് 3 ട്രക്സിൻ്റെ ഒരെണ്ണത്തിൻ്റെ ടണേജ് കപ്പാസിറ്റിയാണ്. ഓക്കെ, അങ്ങനത്തെ എത്ര ടൈപ്പ് 3 ട്രക്സ് സിറ്റി ബിയിലോട്ട് പോകുന്നുണ്ട്? X3B. അപ്പോൾ 9 ഇൻറ്റു X3B വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 30. ഇനി
നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. കമ്പനി 6 trucks of type 1, 10 trucks of type 2 and 8 trucks of type 3 are available for each day's requirements. ട്രാൻസ്പോർട്ട് കമ്പനിയുടെ ഓരോ ദിവസത്തെയും ആവശ്യത്തിന് വേണ്ടിയിട്ട് അവർക്ക് ടൈപ്പ് 1 ട്രക്സ് 6 എണ്ണം വരുന്നുണ്ട്, ടൈപ്പ് 2 ട്രക്സ് 10 എണ്ണം ഉണ്ട്, ടൈപ്പ് 3 ട്രക്സ് 8 എണ്ണം ഉണ്ട്. ഓക്കെ, സോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കതിൽ നിന്നും ഒരു കൺസ്ട്രെയിൻസ് ഫോം ചെയ്യാമല്ലോ. അതിനെ നമ്മൾ അവൈലബിലിറ്റി കൺസ്ട്രെയിൻസ് എന്നാണ് നെയിം ചെയ്യുന്നത്. അവൈലബിലിറ്റി കൺസ്ട്രെയിൻസ് അതെങ്ങനെയായിരിക്കും വരുന്നത്? ടൈപ്പ് 1 ട്രക്സ് 6 എണ്ണം വരുന്നുണ്ട്. അപ്പോൾ ടൈപ്പ് 1 ട്രക്സ് സിറ്റി എയിലോട്ടും പോകുന്നുണ്ട്. എത്ര ടൈപ്പ് 1 ട്രക്സ് സിറ്റി എയിലോട്ട് പോകുന്നു, എത്ര ടൈപ്പ് 1 ട്രക്സ് സിറ്റി ബിയിലോട്ട് പോകുന്നു, 2 സിറ്റിയിലോട്ടും പോകാനായിട്ട് ടോട്ടൽ വരുന്ന ടൈപ്പ് 1 ട്രക്സിൻ്റെ കൗണ്ട് 6 ആണ്. സോ അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? x1a + x1b ≤ 6. അതുപോലെ അടുത്തത്, എത്ര ടൈപ്പ് 2 ട്രക്സ് സിറ്റി എയിലോട്ട് പോകുന്നു? x2a. എത്ര ടൈപ്പ് 2 ട്രക്സ് സിറ്റി ബിയിലോട്ട് പോകുന്നു? x2b. 2 സിറ്റിയിലോട്ടും പോകാനായിട്ട് ഉള്ള ടൈപ്പ് 2 ട്രക്സിൻ്റെ കൗണ്ട് എന്ന് പറയുന്നത് 10 ആണ്. ഓക്കെ, അപ്പോൾ ടോട്ടൽ 10 ആണ്. അപ്പോൾ x2a + x2b ≤ 10. ഇനി എത്ര ടൈപ്പ് 3 ട്രക്സ് സിറ്റി എയിലോട്ട് പോകുന്നുണ്ട്? x3a. എത്ര ടൈപ്പ് 3 ട്രക്സ് സിറ്റി ബിയിലോട്ട് പോകുന്നുണ്ട്? x3b. ഈ സിറ്റി എയിലോട്ടും സിറ്റി ബിയിലോട്ടും പോകാനുള്ള ടൈപ്പ് 3 ട്രക്സിൻ്റെ ടോട്ടൽ കൗണ്ട് എന്ന് പറയുന്നത് 8 ആണ്. സോ അപ്പോൾ അത് വരുന്നത് x3a + x3b ≤ 8. ഇതാണ് അടുത്ത വരുന്ന 3 കൺസ്ട്രെയിൻസ്. ഫൈനലി നമുക്കിതിൻ്റെ നോൺ നെഗറ്റിവിറ്റി കൺസ്ട്രെയിൻസ് എഴുതാം. xij ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഓക്കെ, സോ അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത്. അതായത് ഈ ക്വസ്റ്റ്യൻ്റെ LPP ഫോർമുലേഷൻ വരുന്നത് ഇങ്ങനെയാണ്. ക്ലിയർ ആണല്ലോ? സോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്ത ഈ 2 പ്രോബ്ലംസും നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് കരുതുന്നു. ഇത് നമ്മുടെ LPP ഫോർമുലേഷൻ്റെ ലാസ്റ്റ് വീഡിയോയാണ് കേട്ടോ. അപ്പോൾ അത് പാർട്ട് 5 ആണിത്. സോ അപ്പോൾ ഇതിലെന്തെങ്കിലും ഡൗട്ട്സ് വരുന്നെങ്കിൽ നിങ്ങളത് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്തോളുക. ഇനിയിപ്പോൾ LPPയുടെ നെക്സ്റ്റ് ടോപ്പിക്കായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ മീറ്റ് ചെയ്യാം കേട്ടോ. സോ അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്